ഏറ്റവും പുതിയ എർട്ടിക എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ക്രോം എലമെൻറ്റുകൾ അതിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിന്ന് എർട്ടികയുടെ ഡിക്കിമയ്ക്ക് വരുന്ന കുറച്ച് ക്രോമുകളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഒരു ക്രോമിങ്ങും, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴത്ത് വരുന്ന യു ക്രോമ്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ബോട്ടം ക്രോമ്. വാഹനത്തിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്ക് തന്നെ ടോട്ടലി നമുക്ക് ചേഞ്ച് ആവും. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് വാഹനമായതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിരിക്കും ഈ ഒരു ക്രോം ഐറ്റംസുകൾ. നമ്മൾ നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴത്ത് വരുന്ന യു ക്രോമാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് നന്നായി ഹീറ്റ് ചെയ്ത് പ്രൈമർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ക്രോം എലമെൻറ്റുകൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം പ്രൈമർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്പനി വന്നിരുന്ന ഒറിജിനൽ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് യു ക്രോം. അപ്പോൾ നമ്മുടെ ഡിക്കി ബോട്ടം ഇതുപോലെ ഹീറ്റ് ചെയ്തു. നമ്മളിത് വീണ്ടും പ്രൈമർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ എർട്ടികയുടെ ഡിക്കിയിലെ ഫുൾ ക്രോം വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു റിയൽ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് എർട്ടികയുടെ ഡിക്കിമത്തെ ബോട്ടം ക്രോം വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിക്കി ബോട്ടം ക്രോമും നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിക്കിയിൽ നമ്മൾ 3 ക്രോം നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മളിത് ടോപ്പിൽ വരുന്ന ഒരു ക്രോമും കൂടി ചെയ്താലേ എർട്ടികയുടെ ബാക്ക് ശരിക്കും പൂർണ്ണമാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 4ാമത്തെ ക്രോം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതുപോലെയാണ് അപ്പോൾ നമ്മുടെ ക്രോം ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം എർട്ടിക്കാൻ വരുന്നത്.